BJP നേതാവായ ശ്രീ ഷോൺ ജോർജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷോൺ, തുടക്കത്തിൽ ഈ ഇഡി റെയ്ഡിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ഷോൺ ജോർജ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ്. എത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും എനിക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. ഇത് സത്യം എത്ര കാലം മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും. ഏത് തരത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും. കഴിഞ്ഞ 2 വർഷക്കാലമായി ഇന്ത്യ മഹാരാജ്യത്തെ 4 ഹൈക്കോടതികളായി 8 കേസുകളാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ കേസുകളെ തടസ്സപ്പെടുത്താൻ, അന്വേഷണം തടസ്സപ്പെടുത്താൻ പിണറായി വിജയനും മകളും പ്രതികളും നടത്തിയിട്ടുള്ള ശ്രമം. ആ ശ്രമം ഇന്നലെ കേരള ഹൈക്കോടതിയുടെ ഇടപെടലിൽ ഒരു പരിധിവരെ ED എൻക്വയറിക്കുള്ള തടസ്സം മാറി. ഇന്ന് ആ അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം നന്നായി നടക്കുന്നു എന്ന് കാണുന്നതിൽ ഒരു പരാതിക്കാരൻ എന്ന നിലയിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ശ്രീ ഷോൺ ജോർജ്, SFIO അന്വേഷണത്തിലേക്ക് നയിച്ച നിയമ നടപടികളിൽ താങ്കളുടെ പങ്ക് അങ്ങേയറ്റം സുപ്രധാനം തന്നെയാണ്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയത്തിൻ്റെ അന്വേഷണത്തിൽ നിന്ന് SFIOയുടെ അന്വേഷണത്തിലേക്ക് വരെ എത്തിച്ചേരുകയും തുടർന്ന് ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അനധികൃതമായി പണം സമ്പാദിച്ചതാണ് എന്നുള്ള കണ്ടെത്തലിലൂടെ EDയിലേക്ക് അന്വേഷണം വരികയും ചെയ്യുമ്പോൾ ആ നിയമ പോരാട്ടത്തിൽ താങ്കൾ ഇതുവരെ തൃപ്തനാണോ? ഇനിയുള്ള തുടർ നടപടികൾ പിണറായിക്കും മകൾക്കുമെതിരെ, അതായത് വീണ തൈക്കേണ്ടിക്കെതിരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണോ താങ്കളുടെ ആത്മവിശ്വാസവും? അല്ല, തീർച്ചയായിട്ടും ഇത് ഈ ഒരു EDയുടെ റെയ്ഡ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനി CBI എൻക്വയറി ഉണ്ടാകണം ഇതിൻ്റെ പുറകെ. കാരണം ഇവിടെ പിണറായി വിജയനാണ് അതിനകത്ത് ഏറ്റവും അധികം പണം കൈപ്പറ്റിയിട്ടുള്ളത്. പക്ഷേ അത് കൂടാതെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇവരുടെ കയ്യിൽ നിന്നും കേരളത്തിൻ്റെ തീരദേശ മേഖലയുടെ ധാതുമണൽ കൊള്ള ചെയ്യുന്നതിന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും മുഖം പുറത്തു വരും. ഇന്ന് MABB സഖാവ് പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങൾ മാത്രമല്ല കൈക്കൂലിക്കാർ, കോൺഗ്രസിലെ ചില മന്ത്രിമാരുമുണ്ട്, എല്ലാവരും വേണം. ഇത് ആരാണെങ്കിലും ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല. നമ്മുടെ നാടിനെ കൊള്ളയടിക്കാൻ കൈക്കൂലി വാങ്ങിയത് ആരാണോ അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, നിയമത്തിന് മുമ്പിൽ വരണം. ആ കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. ഏറ്റവും അവസാനം വരെ പിണറായി വിജയനും മകളും ജയിലിൽ പോയാൽ മാത്രമല്ല ഈ കേസ് അവസാനിക്കുന്നത്. അത് വലിയ താമസമില്ലാതെ തന്നെ പോകുന്ന എൻ്റെ വിശ്വാസം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കണം. അതെ ശ്രീ ഷോൺ ജോർജ്, അത് മാത്രമല്ല ഈ കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം ആണ് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ട സംഗതി തന്നെയാണ്. താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്നുള്ളതായിരുന്നു ഇവിടെ വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലേക്ക് കോടികളുടെ പണം ഒഴുകിയത് എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്ന് മാത്രമല്ല എക്സാലോജിക് കമ്പനിയുടെ അഡ്രസ്സ് പോലും AKG സെന്റർ എന്ന് വയ്ക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചിരുന്നു. അപ്പോൾ അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് അധികാര ദുർവിനിയോഗം കൃത്യമായി തന്നെ നടപ്പിൽ വരുത്തി കോടികൾ അങ്ങനെ കൈപ്പറ്റുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രവണതകൾ അവർ എത്ര നാൾ വച്ചു പുലർത്തിയിരുന്നു എന്നുള്ളത് അറിയാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അധികാര ദുർവിനിയോഗം നടത്തിയതിന് കിട്ടിയ തക്കതായ ഒരു താക്കീത്, അതിൻ്റെ ഒരു തുടക്കം എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് 2016 മുതലല്ല, 2006 മുതൽ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അന്നു മുതൽ ഇത്തരത്തിലുള്ള ഇടപാടുകളുണ്ട്. 2016 മുതൽ 2019 വരെ മാത്രം അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള വീണ വിജയൻ സിഗ്നേറ്റർ ആയിട്ടുള്ള അക്കൗണ്ടിലൂടെ കോടാനുകോടികളുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. പിണറായി വിജയൻ്റെ സാമ്പത്തിക നില എന്തായിരുന്നു? പിണറായി വിജയന് മന്ത്രിയായിട്ടും MLA ആയിരുന്നിട്ടും പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നും അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം എത്രയാണ്? വീണ വിജയൻ്റെ കമ്പനി, അതാണല്ലോ അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. വീണ വിജയൻ്റെ കമ്പനിയുടെ ഇൻകം ടാക്സ് അടച്ച പണത്തിൻ്റെ വരുമാനം നോക്കിയാൽ ഇന്ന് അവരുടെ കയ്യിലുള്ള സ്വത്തും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ എന്താണ് കേരളത്തിൻ്റെ പേരിൽ പിണറായി നടത്തിയ കൊള്ള എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ശ്രീ ഷോൺ ജോർജ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. എല്ലാത്തിൻ്റെയും ഒറ്റ ന്യായീകരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം എന്നാണ്.
കൃത്യമായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയാണ് ED അന്വേഷണം തുടരട്ടെ എന്നുള്ളത് ഉത്തരവായി ഇട്ടത്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വരുത്തി തീർത്തുകൊണ്ട് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വളരെ അണികളെ ഇങ്ങനെ ഒത്തുകൂട്ടിക്കൊണ്ടുള്ള ഈ ഒരു പ്രതിഷേധം നടത്തുന്നതിന്റെ പിന്നിലുള്ള ആ രാഷ്ട്രീയ നാടകം എന്താണ്? ഒരു കാര്യം തീർത്ത് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ ഒരാൾ പോലും പിണറായി വിജയന് പ്രതിരോധം തീർക്കാൻ കേരള സംസ്ഥാനത്ത് ഇറങ്ങില്ല. ഇപ്പോൾ ആ വീടിന് മുമ്പിൽ നിൽക്കുന്നവരാരെയും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കൂട്ടാൻ പറ്റില്ല. അവരെല്ലാം പിണറായിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ പണിക്കാരാണ്. അല്ലാതെ അവരാരും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് പിണറായിയെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങുന്നവരെ കമ്മ്യൂണിസ്റ്റായിട്ട് കാണാൻ, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നു, ഇന്ന് പിണറായി വിജയനെതിരെ, അതും കുറ്റക്കാരനാണ്, പിണറായി വിജയൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം പോയത്, എന്നിട്ടും അയാളെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചു. അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നല്ല സഖാക്കന്മാർക്കുള്ള വിശ്വാസം പോയതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ പോലും പല നിയോജകമണ്ഡലങ്ങളിലും തിരിച്ചടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്ന് പിണറായിയുടെ വീടിന് മുമ്പിലും സംസ്ഥാനത്തുടനീളവും പിണറായിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നവരെ കമ്മ്യൂണിസ്റ്റുകാരായി കാണാൻ കഴിയില്ല. അവർ പിണറായി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പണിക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ശ്രീ ഷോൺ ജോർജ്, ഒരു കാര്യം കൂടി, പിണറായി വിജയന് അധികാര ഹുങ്കില്ല. ഇപ്പോൾ നമുക്കറിയാം, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ പിണറായി വിജയനെതിരെ അതിശക്തമായ വിമർശനമുയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്ന ആ രാഷ്ട്രീയ സ്വാധീനം ഇപ്പോൾ ഇല്ല എന്നുള്ളത് തീർത്തും പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ ED അന്വേഷണം കൂടി നടത്തുകയാണെങ്കിൽ പിടിമുറുകും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിനകത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണോ അല്ലയോ എന്നുള്ളത് ഇതിനകത്തൊരു ഘടകമേ അല്ല. കാരണം ഇതിനും വലിയ മുഖ്യമന്ത്രിമാരെ ED വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇവർ കോടതി വഴിയും നിയമപരമായും ഉണ്ടാകുന്ന പ്രതിരോധങ്ങളെ കണ്ണിച്ചുകൊണ്ട് വേണം EDക്ക് മുമ്പോട്ട് പോകാൻ. അതിപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായി, ED ജോലി ചെയ്യുന്നു. തീർച്ചയായിട്ടും തുടർന്ന് അങ്ങോട്ടും നിയമപരമായ പോരാട്ടങ്ങൾ ഉണ്ടാകും. ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടും ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടും മുമ്പോട്ട് പോകാൻ തീർച്ചയായിട്ടും നമ്മളും ശ്രമിക്കും. അതിനുള്ള പോരാട്ടമാണ് തുടരുന്നത്. ശ്രീ ഷോൺ ജോർജ്, ഇടതു നേതാക്കളുടെ ഒരു പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇവർ ന്യായീകരിക്കുന്ന വേളയിൽ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം പോലും താങ്കൾ കണ്ടതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ, സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ കുമ്പിടില്ല എന്നൊക്കെ. ഇവർ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാദഗതികളായി ഉയർത്തുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോലും പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്, ഇതെങ്ങനെ ഈ കോടിക്കണക്കിന് രൂപ വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നു, എക്സാലോജിക്ക് CMRL വേണ്ടി ചെയ്ത സേവനം എന്താണ്, ഇത് മാത്രം വെളിപ്പെടുത്തിയാൽ മതിയല്ലോ. പക്ഷേ ഇത് വളരെ ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിൻ്റെ ആവശ്യകത എന്തിനാണ്? ഈ നേതാക്കൾക്കൊക്കെ അറിവുള്ള കാര്യം തന്നെയല്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ കണ്ണികളെല്ലാവരും ഇങ്ങനെ ആ ഡയറിക്കുറിപ്പിൽ, ശശിധരൻ കർത്തയുടെ ഡയറിക്കുറിപ്പിൽ ഉള്ളതുപോലെ ധാരാളം കണ്ണികളുണ്ട്. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണോ ഈ വിശദീകരണം നൽകി ഇതിനെ ഇങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നത്? അല്ല, മുഖ്യമന്ത്രിയുടെ മറ്റേ മുൻ മന്ത്രി റിയാസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ഭയപ്പെടുത്താൻ നോക്കണ്ടെന്ന്. ഞാൻ റിയാസോട് പറയുന്നു, ഭയപ്പെടുക തന്നെ വേണം റിയാസെ. കാരണം ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മടിയിൽ കനമുള്ളവനെ പേടിക്കാനുള്ളൂ. നിങ്ങൾക്ക് ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്താൽ പോരെ. മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് പ്രതിരോധം തീർക്കുന്നത്? അപ്പം മടിയിൽ കനമുണ്ട്. മടിയിൽ കനമുള്ളവൻ ഇന്ത്യ മഹാരാജ്യത്ത്, നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ഭയപ്പെടുക തന്നെ ചെയ്യണം. അഴിമതിക്കാരും കൊള്ളക്കാരും തീർച്ചയായിട്ടും ഭയപ്പെടുക തന്നെ ചെയ്യണം. ഷോൺ ജോർജ്, ഒരു കാര്യം കൂടി, താങ്കൾക്ക് തിരക്കുണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പ്രതികരണം നടത്തുന്നുണ്ട്, മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇടത് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട്. കണ്ണൂരിലെ സാഹചര്യം താങ്കളും കണ്ടു കാണും. വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരമുയർത്തി ഇങ്ങനെ പൊതുനിരത്തിൽ തടിച്ചുകൂടിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്, EDക്കെതിരെ അസഭ്യവർഷം ചുരിയുകയാണ്. എന്താണ് അവിടെ കാണിക്കുന്നത്? ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള പഴയ ശൈലി അവർ ഇപ്പോൾ EDയുടെ അടുത്തും നടക്കുമെന്നൊക്കെയാണോ അവർ കരുതുന്നത്? അവിടെ പിണറായിയുടെ വീടിന് മുമ്പിൽ കുറച്ച് ആളുണ്ട് എന്നുള്ളത് ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ പഴയകാല ശക്തി അനുസരിച്ച് അതിൻ്റെ 10-1 ആൾ പോലും അവിടെ എത്തിയിട്ടില്ല.
കാരണം നല്ല സഖാക്കൾ ഇന്ന് പിണറായിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരാണ്. ഇപ്പോൾ സ്വാഭാവികമായും പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് എങ്കിൽ ആ വീടിൻ്റെ മുമ്പിൽ തടിച്ചുകൂടുന്ന ആൾ അതിൻ്റെ 10 ഇരട്ടിയാണ്. നല്ല സഖാക്കളൊക്കെ വീട്ടിലിരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ മുകളിൽ തട്ട് മുതൽ താഴെ തട്ട് വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണത്തിൻ്റെ വീതവും അഴിമതിയുടെ വീതവും പറ്റിയവരാണ് പിണറായിക്ക് വേണ്ടി തെരുവിലിറങ്ങി ഈ സമരം നടത്തുന്നത്. ശ്രീ ഷോൺ ജോർജ്, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി താങ്കൾക്ക് ഒന്ന് പറയാമോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിണറായിക്ക് ഇനി അധികാരത്തിൻ്റെ ഗർവില്ല, പാർട്ടിക്കുള്ളിൽ തന്നെ വിമതസ്വരം ഉയരുന്നുണ്ട്. അതൊക്കെ മാറ്റിവെക്കാം, ED അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കൃത്യമായി ഈ അന്വേഷണം മുന്നോട്ട് പോകുകയാണെങ്കിൽ തുടർന്ന് എത്രയൊക്കെ കാര്യങ്ങളിൽ ഇവർ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഈ CMRL എക്സാലോജിക് കമ്പനിയുടെ മുഴുവൻ അവിഹിത ഇടപാടുകളും എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതിനൊരു CBI അന്വേഷണം തന്നെ ആവശ്യമാണെന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? ഇല്ല, CMRL നടന്നിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചിട്ടും അവിടെ ഇനി ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കൂടുതൽ അന്വേഷണം CBI ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ ആവശ്യമാണ്. പക്ഷേ EDയുടെ അന്വേഷണം വീണ വിജയനിലേക്കും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും കടക്കുമ്പോൾ ഇത് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടായാൽ ഞാൻ പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുവിട്ടിട്ടുള്ള ആരോപണങ്ങളും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള തെളിവുകളൊക്കെ മഞ്ഞുമലയുടെ ഒരു മൂല മാത്രമാണ്, അതിൻ്റെ അറ്റം മാത്രമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത്രയും വലിയ അഴിമതിയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരള സംസ്ഥാനത്ത്, 10 അല്ല, കഴിഞ്ഞ 20 വർഷക്കാലം സംസ്ഥാനം ഭരിച്ചുകൊണ്ട് പിണറായി വിജയൻ നിർത്തിയിട്ടുണ്ട്. 2006 മുതൽ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ്. വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ്, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്.